അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: വിച്ച് ടെൽസ് ഹൗ എ ഫോഴ്സ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻഫ്ലുവൻസസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഫോഴ്സ് അറ്റ് അനദർ പോയിന്റ്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് വരുന്നത്. ഒന്ന് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റും ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് and stiffness influence coefficient. First case, which tells how a force at a particular point influences displacement at another point. അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ അല്ല, രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, പോയിന്റ് 1, പോയിന്റ് 2. ഇവിടെ ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇലാസ്റ്റിക് കർവ് എന്ന് അസ്യൂം ചെയ്യുക. അതായത് ഡിഫ്ലക്റ്റഡ് കർവ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ ഡെൽറ്റ 1, 2 എന്ന് എഴുതാം. 1, 2 അല്ല, 2, 1. കാരണം ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഇവിടെ യൂണിറ്റ് ലോഡ് പി എന്ന് പറഞ്ഞ യൂണിറ്റ് ലോഡാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഡിഫ്ലക്ഷനെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. വിച്ച് ടെൽസ് ഹൗ എ ഫോഴ്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻഫ്ലുവൻസസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് അനദർ പോയിന്റ്. അതുപോലെ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ which tells how a displacement at a particular point influences force at another point. അതാണ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു കാൻഡിലിവർ ബീമാണ് അല്ലെങ്കിൽ ഈ ഒരു എൻഡിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് K23 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര. അതുപോലെ K13 മീൻസ് ഫോഴ്സ് അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 3. ഇതാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്താണ് നമ്മുടെ ഡെറിവേഷൻ വരുന്ന മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറത്തിന്റെ. നേരെ ഡെറിവേഷനിലേക്ക് പോകാം. ഒരു ബീമിന്റെ രണ്ട് പോയിന്റിൽ ലോഡ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ഡെറിവേഷൻ ചെയ്യുന്നത്. ഒരു ബീം simply supported point 1 and point 2. ഇവിടെ point 1 ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു, P1. ഈ സമയത്തുള്ള ഇലാസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കാണെന്ന് അസ്യൂം ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്ത ആ ഒരു പോയിന്റിലേക്കായിരിക്കും കൂടുതൽ ഡിഫ്ലക്ഷൻ, ഇവിടെ കുറവായിരിക്കും. ഈ ഡിഫ്ലക്ഷനെ, ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഡിഫ്ലക്ഷനെ x11 എന്ന് എഴുതാം. അതായത് ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഇതിനെ ഈക്വൽ ടു A11 ഇൻറ്റു P1. ഈ A11 എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആണ്. ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്, അതായത് ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 1. യൂണിറ്റ് ലോഡ് ആയിരുന്നെങ്കിൽ A11 ആയിരിക്കുന്നു. ഇവിടെ P1 ആണ് ലോഡ് ആയതുകൊണ്ട് അതിനെ P1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ വരുന്ന ഈ ഒരു ഡിഫ്ലക്ഷനെ x21 എന്ന് എഴുതാം. ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 1 ഈക്വൽ ടു A21 ഇൻറ്റു P1. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എങ്ങനെ പറയാം? ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 1 ആണെങ്കിൽ A21 ആയിരിക്കും. ലോഡ് P1 ആയതുകൊണ്ട് P1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ എനർജി, ഈ കേസിൽ സ്ട്രെയിൻ എനർജി എഴുതാം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ U ഈക്വൽ ടു ഹാഫ് P1 ഇൻറ്റു x11. അതായത് ഇവിടെ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് 0 ആയിരുന്നു ആദ്യം ലോഡ്, ഗ്രാജുവലായിട്ട് അപ്ലൈ ചെയ്ത് P1 വരെ എത്തി. അപ്പോൾ ലോഡ് P1 ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x11 ആണ്. ഇവിടെ വരുന്ന ഏരിയ അണ്ടർ ഈ ലോഡ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം ആയിരിക്കും വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ആണ് അവിടുത്തെ സ്ട്രെയിൻ എനർജി. അപ്പോൾ ഹാഫ് P1 ഇൻറ്റു x11. ഇതിനെങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു x11 പകരം A11 ഇൻറ്റു P1. ഇതിനെ ഹാഫ് P1 സ്ക്വയർ A11. ഇതാണ് അവിടുത്തെ സ്ട്രെയിൻ എനർജി. പക്ഷേ ഈ ഒരു പോയിന്റ് എടുത്താൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷേ ഫോഴ്സിൻ ആ ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഫോഴ്സ് 0 ആണ്. ഇവിടുത്തെ ഫോഴ്സ് ഇപ്പോഴത്തെ കേസിൽ P ഈക്വൽ ടു 0. അപ്പോൾ അവിടെ വർക്ക് ഡൺ 0 ആവും. കാരണം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ F ഡോട്ട് DS അല്ലെങ്കിൽ P ഡോട്ട് DS എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. അതേ ലൈൻ ഓഫ് ആക്ഷനിൽ, ഫോഴ്സിന്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ വരുന്ന
ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻ്റാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻറ്റിൻ്റെ അതേ ലൈനിൽ വരുന്ന ഫോഴ്സ് കമ്പോണൻ്റ് വേണം എടുക്കാൻ. ഇവിടെ അങ്ങനെ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് 0. അടുത്ത ഇത് ഈ കണ്ടീഷനിലിരിക്കുന്ന ഈ ബീമിലേക്ക് അടുത്ത ലോഡ് അപ്ലൈ ചെയ്യും, P2. അപ്പോൾ P2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കർവ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ആവും. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായി, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ x22 ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 2. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? A22 ഇൻറ്റു P2. A22 എന്ന് പറഞ്ഞാൽ വീണ്ടും ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 2 ആണ് A22 ഇൻറ്റു P2 ചെയ്യുമ്പോഴേക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് x12 ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 2 ഈക്വൽ ടു A12 ഇൻറ്റു P2. കാരണം P2 കാരണമാണ് അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. ഇനി സ്ട്രെയിൻ എനർജി എഴുതാം. സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു, ഇതിൻ്റെ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് P2 ഇൻറ്റു x22. അവിടെ നിന്ന് ഹാഫ് P2 ഇൻറ്റു A22 ഇൻറ്റു P2 ഈക്വൽ ടു ഹാഫ് P2 സ്ക്വയർ A22. ഇനി ഇവിടെയുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ഇവിടെ P1 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 0യിൽ നിന്ന് ഗ്രാജുവലായിട്ട് ആക്ട് ചെയ്തതാണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ P2 ആക്ട് ചെയ്യുന്ന ഫുൾ ടൈമിലും ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് U ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് P1 ഇൻറ്റു x12 ഈക്വൽ ടു P1 ഇൻറ്റു A12 ഇൻറ്റു P2. A12 P1 P2. അപ്പോൾ ഈ ലോഡിംഗ് കണ്ടീഷനിലെ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈക്വൽ ടു 3 വാല്യൂയും കൂടി ആഡ് ചെയ്യുക. ഹാഫ് P1 സ്ക്വയർ A11 പ്ലസ് ഹാഫ് P2 സ്ക്വയർ A22 പ്ലസ് A12 P1 P2. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യും, പക്ഷേ ആദ്യം അപ്ലൈ ചെയ്യുന്ന P2 ലോഡാണ്. ഇവിടെ P1 ആദ്യം അപ്ലൈ ചെയ്തു, രണ്ടാമത് P2 അപ്ലൈ ചെയ്തു. ഇനി ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യുന്നു. ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് P2 ആയിരിക്കും. അത് കഴിഞ്ഞ് ആ ഡിഫ്ലക്ട് ചെയ്തതിന് ശേഷം P1 ആക്ട് ചെയ്യും. ആ കേസിലെ സ്ട്രെയിൻ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. P2 ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഡിഫ്ലക്ഷനെ x22 എന്ന് എഴുതാം, ഈക്വൽ ടു A22 ഇൻറ്റു P2. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് x12 ആണ്, ഈക്വൽ ടു A12 ഇൻറ്റു P2. ഇവിടെ സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു P2 ഗ്രാജുവലി അപ്ലൈഡ് ആണ്, അപ്പോൾ ഹാഫ് ഇൻറ്റു P2 ഇൻറ്റു x22 ഈക്വൽ ടു ഹാഫ് P2 A22 ഇൻറ്റു P2, ഹാഫ് P2 സ്ക്വയർ A22 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം വർക്ക് ഡൺ ഒന്നുമില്ല. അടുത്ത ലോഡ് അപ്ലൈ ചെയ്യുക, P1 ലോഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. P1 അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഡിഫ്ലക്റ്റഡ് കർവ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ ആയിരിക്കും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് x11 ഈക്വൽ ടു A11 ഇൻറ്റു P1. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? P1 കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടായതാണ്. അപ്പോൾ x21 ഈക്വൽ ടു A21 ഇൻറ്റു P1. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു x11. കാരണം P1 ഇപ്പോൾ അപ്ലൈ ചെയ്തതാണ്, അപ്പോൾ അത് ഗ്രാജുവലായിട്ട് അസ്യൂം ചെയ്യാം, ഈക്വൽ ടു ഹാഫ് P1 ഇൻറ്റു A11 P1 ടു ഹാഫ് P1 സ്ക്വയർ A11. അടുത്ത ഈ പോയിന്റിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ്, ആ ലൈൻ ഓഫ് ആക്ഷനിൽ വരുന്ന ലോഡ് P2 ആണ്. പക്ഷേ അതെന്താണ്? കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ സഡൻലി അപ്ലൈഡ് ലോഡായിട്ട് അസ്യൂം ചെയ്യണം. സ്ട്രെയിൻ എനർജി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് x21 ഈക്വൽ ടു P2 ഇൻറ്റു A21 ഇൻറ്റു P1 ഈക്വൽ ടു P1 P2 A21. ടോട്ടൽ സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു ഹാഫ് P1 P2 സ്ക്വയർ A22 പ്ലസ് ഹാഫ് P1 സ്ക്വയർ A11 പ്ലസ് P1 P2 A21. രണ്ട് എക്സ്പ്രഷനാണ് കിട്ടിയത്. ലോഡിങ്ങിൻ്റെ ഓർഡർ മാറ്റിയപ്പോഴേക്കും ഈ ഒരു എക്സ്പ്രഷനും ഫസ്റ്റ് ഓർഡർ വെച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷനും, അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും കൂടി കമ്പയർ ചെയ്യാം.
ഇത് ആദ്യത്തെ എക്സ്പ്രഷനാണ്. ഇവിടെയുള്ളത് രണ്ടാമത്തെ എക്സ്പ്രഷൻ. രണ്ട് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യാം. ലോഡിംഗ് കണ്ടീഷൻ അറ്റ് ദ എൻഡ് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ടോട്ടൽ വർക്ക് ഡണ് രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിൻ എനർജിയും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് എഴുതാൻ പറ്റുന്ന ഹാഫ് P2 സ്ക്വയർ A22 പ്ലസ് ഹാഫ് P1 സ്ക്വയർ A11 പ്ലസ് P1 P2 A21 ഈക്വൽ ടു ഹാഫ് P1 സ്ക്വയർ A11 പ്ലസ് ഹാഫ് P2 സ്ക്വയർ A22 പ്ലസ് A12 P1 P2. ഈ വാല്യൂ ഇതും ക്യാൻസൽ ചെയ്യാം. സെയിം വാല്യൂസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എന്താണ്? ഈ P1 P2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ A21 ഈക്വൽ ടു A12. ഇതിൻ്റെ മീനിങ് ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 1 ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 2. ഇതാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് പറഞ്ഞ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിൻ്റെ ആ ഡെഫിനിഷനാണ് വരുന്നത്. തിയറം ചോദിച്ചാൽ ഈ ഒരു ഡെറിവേഷനാണ് എഴുതേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.